കുറച്ച് നാളുകൾ മുമ്പ് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ ഒരു ഉച്ച സമയത്ത് ഒരു 12:30 1 മണിയായിട്ടുണ്ട്. ആ സമയത്ത് അവശനായി ഒരു സഞ്ചിക്കുള്ളിൽ കുറച്ച് തുണികളും ഒക്കെ ആയിട്ട് ഒരു മനുഷ്യൻ കയറി വന്നു. പലരും ഊണ് കഴിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പോയി കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകി അത് കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരുന്നപ്പം ഈ മനുഷ്യൻ ഇരുന്നിട്ട് എന്നെ നോക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തോട്ട് ചെന്നു. ആ മനുഷ്യൻ്റെ അടുത്തോട്ട് ചെന്നപ്പം എന്നോട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ വേണ്ടത്ര പൈസയില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, കുറച്ച് ചോറ് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ നല്ല ചിരിച്ച സന്തോഷമായിട്ട് അതിനെന്നാ ചോറ് വയർ നിറച്ച് തരാലോ എന്നും പറഞ്ഞ് ഞാൻ വേഗം പുള്ളിക്ക് ചോറും കറികളും മീനും ഒക്കെ കൊടുത്തപ്പോൾ അയ്യോ മീൻ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ചേട്ടൻ ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചു വെക്കൊന്നുമില്ല, ധൈര്യമായിട്ട് സന്തോഷമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ആ മനുഷ്യന് വയർ നിറച്ച് ചോറും കൊടുത്തു. ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ കഴിക്കുന്നതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ കണ്ണുനീര് പൊഴിയുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ അടുത്ത് കണ്ട് ഇത്രയും പറഞ്ഞു, എന്നതായാലും ഏതായാലും ആഹാരം കഴിക്കുന്നതിനിടയിൽ കണ്ണുനീര് പാടില്ല കേട്ടോ, അത് അന്നത്തിന് നല്ലതല്ലെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ, ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് കണ്ണീരൊക്കെ പൊഴിക്കാൻ സമയമുണ്ടെന്ന് പറഞ്ഞു ചിരിച്ചോണ്ട് തോളലിങ്ങനെ തട്ടിയിട്ട്. പുള്ളി പോയി കഴിച്ചെല്ലാം കഴിഞ്ഞ് കൈയെല്ലാം കഴുകി പുള്ളി വന്നിരുന്നപ്പോൾ കസേരയിൽ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്തിനാ ചോറ് തിന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ണ് നിറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ 10-20 വർഷക്കാലം ഗൾഫ് നാട്ടിൽ കിടന്ന് പണിയെടുത്ത മനുഷ്യനാണ്. എൻ്റെ കുടുംബം ഒന്നുമില്ലായിരുന്നു, എനിക്ക് എൻ്റെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഞാൻ അത്രയും കാലഘട്ടം പണിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയതെല്ലാം ഞാൻ ഉണ്ടാക്കി. എൻ്റെ 4 മക്കളെയും ഞാൻ പഠിപ്പിച്ചു, അവർക്കൊക്കെ കല്യാണം നടത്തി, കുടുംബമാണെങ്കിൽ നല്ല വീടില്ലാത്ത നല്ല വീട് വെച്ചു, വാഹനം മേടിച്ചു, നല്ല പശ്ചാത്തലം ഉണ്ടാക്കി, എല്ലാം ഞാൻ ഈ 10-20 വർഷം കൊണ്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചില അസുഖ സാഹചര്യങ്ങളാൽ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പം ഞാൻ ഏത് കാലഘട്ടത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് അത്രമേൽ സ്ഥാനം ഉണ്ടായിരുന്നോ, ഞാനെല്ലാം നിർത്തി തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലെ സ്ഥാനം എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആഹാരം തരുന്നതും അതേപോലെ ഒരു 10 രൂപ അവിടെ എന്തെങ്കിലും കാര്യത്തിന് എടുക്കുന്നതും വരെ വീട്ടിൽ കണക്ക് പറയാൻ തുടങ്ങി. എന്തിനും ഏതിനും അവജ്ഞ വന്നു കയറിയ പെണ്ണും കൂടത്തിലും മക്കളും കൂടെ ചേരുമ്പോഴോ നമ്മൾ ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരു പാഴ് വസ്തു. ഈ കാലം മുഴുവൻ എൻ്റെ ചോര നീരാക്കിയതാണ് ആ വീടും എൻ്റെ മക്കളെയൊക്കെ കരകയറ്റി ജോലിക്കാരാക്കിയതും സാമ്പത്തികം ഉണ്ടാക്കിയതും സുഖലോലുപതയെല്ലാം ഉണ്ടായതും എല്ലാം. അതെല്ലാം അവർ മറന്നു. ഇന്ന് ഞാൻ ആ വീട് വിട്ടിറങ്ങി. അത് പറയുമ്പോഴത്തേക്ക് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പൊഴിയാൻ കണ്ടിട്ട് എനിക്കും സങ്കടമായിപ്പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വീട് വിട്ടിറങ്ങാൻ ഒരു കാര്യമാ, ഇന്ന് നേരം വെളുത്തപ്പം മകന്റെ ഭാര്യയുടെ മാല കാണുന്നില്ല. അത് എന്നെ കള്ളനാക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. ഇനി അവിടെ നിന്നാ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോകും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇടാനുള്ള അത്യാവശ്യം ഡ്രസ്സ് സഞ്ചിയിലാക്കി, എൻ്റെ കൈ കിട്ടിയ ഒരു സഞ്ചിയിലാക്കി ഞാൻ ആ വീടിൻ്റെ പടി ഇറങ്ങി. ഇനി ഞാൻ അങ്ങോട്ടില്ല, അവിടെ എനിക്ക് ആരുമില്ല. ഞാൻ ഉണ്ടാക്കിയതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ എൻ്റെ മക്കൾ എന്നെ മറന്നു. അവസാന നിമിഷം ഞാൻ എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് തല്ല് ചിലപ്പം മേടിക്കും എന്ന് തോന്നിപ്പോയി. അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുതേ എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ആ മനുഷ്യൻ അയ്യോ അത്രമേൽ കണ്ണിങ്ങനെ അതുപോലെ മുഖത്തോടെ ഒഴുകിയിട്ട് എനിക്കത് കണ്ടിട്ട് ഇതിപ്പറ സങ്കടമില്ല. കാരണം നമുക്കൊക്കെ മനസ്സിലാവും, നല്ലോണം മനസ്സിലാവും. എന്നിട്ട് ആ മനുഷ്യൻ പോകാൻ സമയത്ത് എൻ്റെ മേശയിൽ ഒരു 10 രൂപ വെച്ചു. ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് 1 രൂപ പോലും വേണ്ട, നിങ്ങളുടെ സന്തോഷം മാത്രം മതി. നിങ്ങൾക്ക് എപ്പോൾ വിശക്കുന്നു എൻ്റെ ഈ ഹോട്ടൽ തുറന്നിട്ടുണ്ടാവും, എപ്പോൾ വന്നാലും നിങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാം.
ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്ന് വരെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. എന്നാലും ആ മനുഷ്യൻ എന്നോട് ഇത്രയും പറഞ്ഞിട്ട് പോയി, ഇങ്ങനെ കഴിച്ച് ശീലമില്ല മോനെ എന്നും പറഞ്ഞൊരു 10 രൂപ ആ മേശയെ വെച്ചിട്ട് പോയി. എനിക്ക് മനസ്സ് പൊടിഞ്ഞു പോയി. ആ മനുഷ്യൻ പോകുന്നത് നോക്കി ഞാൻ നിന്നു കുറേ സമയം. എങ്ങനെയല്ലേ, എങ്ങനെ സാധിക്കുന്നു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല.